ഇന്ന് ഞാൻ ഈ ഒരു 200 രൂപ കൊണ്ട് എങ്ങനെയൊക്കെ ഒരു ദിവസം ഭക്ഷണം കഴിച്ച് തീർക്കാന്നാണ് പറയാൻ പോണത്. എങ്ങനെ ഈ ഒരു ചലഞ്ച് അവസാനം വരെ എത്തിച്ചു നോക്കാം. രാവിലെ തൊട്ട് നല്ല മഴയായതുകൊണ്ട് ആ മഴയത്ത് തന്നെ രാവിലത്തെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരു ഹോട്ടലിൽ പോയിട്ട് 2 ദോശ മാത്രം ഓർഡർ ചെയ്തു. അങ്ങനെ രാവിലത്തെ വിശപ്പ് അത് കഴിച്ച് ഒതുക്കിയതിന് ശേഷം 2 ദോശയ്ക്ക് 24 രൂപയും ബില്ല് കൊടുത്ത് ഞാൻ ആ കടയിൽ നിന്ന് നേരെ വീട്ടിലേക്ക് പോയി. പിന്നെ സമയം ഇപ്പൊ ഉച്ചയായതുകൊണ്ട് വീണ്ടും മഴക്കോട്ടൊക്കെ ഇട്ട് അടുത്തുള്ള ഹോട്ടലിൽ പോയിട്ട് ഉച്ചയ്ക്ക് കഴിക്കാൻ ഒരു ഹാഫ് ബിരിയാണി വാങ്ങി. അങ്ങനെ ഈ ഒരു ബിരിയാണിക്ക് വില വന്നത് 70 രൂപയാണ്. അങ്ങനെ ഇപ്പൊ ഉച്ചയ്ക്കുള്ള ഭക്ഷണവും കഴിച്ചു കഴിഞ്ഞു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോ വൈകുന്നേരം ചായ കുടിക്കാൻ സമയമായതുകൊണ്ട് ഒരു ചായക്കടയിൽ പോയി 30 രൂപ കൊടുത്ത് ഒരു ചായയും 2 കടിയും വാങ്ങി. അങ്ങനെ ആ വൈകുന്നേര സമയത്ത് നല്ല മഴയും കണ്ട് ചായയും കുടിച്ചോണ്ടിരുന്നു. അത് കഴിഞ്ഞ് വീട്ടിൽ പോണ വഴി ഐസ്ക്രീം കഴിക്കാൻ തോന്നിയിട്ട് ഈ ഒരു 20 രൂപന്റെ കോൺ ഐസ്ക്രീമും വാങ്ങി കഴിച്ചു. അങ്ങനെ ഇനിയിപ്പോ എന്റെ വെറും 56 രൂപ മാത്രം ബാക്കിയുള്ളൂ. ഇനി ഇതുകൊണ്ട് വേണം രാത്രിക്കുള്ള ഭക്ഷണവും കഴിച്ചു കഴിയാൻ. അങ്ങനെ അവസാനം സമയം ഇപ്പൊ രാത്രി ആയതുകൊണ്ട് രാത്രിക്കുള്ള ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഞാനിപ്പോ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇവിടെ എത്തിയത് ഞാൻ 2 പൊറോട്ടയും ഒരു ഡബിൾ ഓംപ്ലേറ്റും വാങ്ങി കഴിച്ചു. അങ്ങനെ ഇവിടെ മാത്രം 54 രൂപയായി. ഇനി ആ 200 രൂപന്റെ ബാക്കിയായിട്ട് എന്റെ വെറും 2 രൂപയുള്ളൂ. അങ്ങനെ അവസാനം ആ 2 രൂപയ്ക്ക് 2 ബൂമറും വാങ്ങി കഴിച്ച് എന്റെ ഒരു ചലഞ്ച് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞ ഒരു സബ്സ്ക്രൈബ്. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം.